ഇന്ന് അംബേദ്കർ ജയന്തി. ഭരണഘടനാ ശില്പി ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കറുടെ 134ാം ജന്മവാർഷികം വിപുലമായാണ് രാജ്യം ആഘോഷിക്കുന്നത്. ഭീംറാവു അംബേദ്കറിന്റെ 134ാം ജന്മദിനം കൊണ്ടാടുകയാണ് രാഷ്ട്രം. സ്വതന്ത്ര ഭാരതത്തെ ജനാധിപത്യ രാഷ്ട്രമെന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാൻ പ്രാപ്തമാക്കിയ ഭരണഘടനാ ശില്പി, സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യ നിയമമന്ത്രി, സാമൂഹ്യ പരിഷ്കർത്താവ് എന്നിങ്ങനെ അനുസ്മരിക്കാൻ ഏറെയുണ്ട് അംബേദ്കറിനെ കുറിച്ച്. അദ്ദേഹത്തിന്റെ ജീവിതം മനുഷ്യാവകാശങ്ങളും നീതിയും നിഷേധിക്കപ്പെട്ട ജനതയുടെ മോചനത്തിനു വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. 1891 ഏപ്രിൽ 14 സൈനികനായ രാംജി സക്പാൽ, ഭീമാഭായ് ദമ്പതികളുടെ 14ാമത്തെ മകനായിട്ട് ജനനം. മഹാരാഷ്ട്രയിലെ മഹർ എന്ന ദളിത് സമുദായത്തിൽ ജനിച്ച അംബേദ്കർ പല സാമൂഹിക സാമ്പത്തിക പ്രതിസന്ധികളും തരണം ചെയ്ത കലാലയ വിദ്യാഭ്യാസം നേടി. ഉന്നത പഠനത്തിനായി ന്യൂയോർക്ക്, കൊളംബിയ സർവകലാശാലകളിലും പിന്നീട് ഇംഗ്ലണ്ടിലും പോയ അദ്ദേഹം നിയമബിരുദം നേടുന്നതിനോടൊപ്പം രാഷ്ട്രതന്ത്രം, നിയമം, സാമ്പത്തിക ശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ ഡോക്ടറേറ്റും നേടി. ഭാരതത്തിലേക്ക് മടങ്ങിയതിന് പിന്നാലെ നിയമ പരിശീലനം ആരംഭിച്ചു. 1927 മഹാഡ് മുനിസിപ്പാലിറ്റിയിലെ പൊതുകുളത്തിൽ നിന്ന് വെള്ളം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് അംബേദ്കർ ആദ്യമായി സമരത്തിനിറങ്ങുന്നത്. 1930 വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത അംബേദ്കർ മുസ്ലിങ്ങൾക്ക് ന്യൂനപക്ഷ സീറ്റ് സംവരണം വേണമെന്ന നിർദ്ദേശത്തെ ശക്തമായി എതിർത്തു. ഭാരതീയ റിസർവ് ബാങ്കിന്റെ രൂപീകരണത്തിലും അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. താഴ്ന്ന ജാതിക്കാർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സംവരണം നൽകുന്ന ദ്വയാംഗ മണ്ഡലവും അംബേദ്കറിന്റെ ശ്രമഫലമായി രൂപമെടുത്തതാണ്. 1947 ഓഗസ്റ്റ് 29 ഭരണഘടനാ നിർമ്മാണ സഭ രൂപപ്പെട്ടതും അംബേദ്കറിന്റെ നേതൃത്വത്തിൽ തന്നെ. 141 ദിവസം കൊണ്ടാണ് ഭരണഘടനയുടെ ആദ്യ രൂപം തയ്യാറാക്കിയത്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ അംബേദ്കർ പങ്കെടുത്തത് ജാതി വ്യവസ്ഥയെ തുടച്ചു നീക്കി ഹിന്ദു സമൂഹത്തെ ശക്തമാക്കാനായിരുന്നു. അംബേദ്കറെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവഗണിക്കുന്ന കാഴ്ചയാണ് പിന്നീട് സ്വതന്ത്ര ഭാരതം കണ്ടത്. 1956 ഡിസംബർ 6 65-ാം വയസ്സിലാണ് അംബേദ്കർ അന്തരിച്ചത്. ന്യൂസ് ഡെസ്ക്, ജനം.